ജീവനക്കാരുടെ ഡാറ്റ ചോർച്ചയിൽ രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്പാർക്കിന് അയച്ച കത്ത് പുറത്ത് ജീവനക്കാരുടെ പേരും പ്രായവും ബൂത്തുമടക്കം കൈമാറണമെന്നാവശ്യം. ചോർന്നത് 1 കോടിയിലേറെ പേരുടെ വിവരമെന്ന സൂചന. PSC പ്രായപരിധി കൂട്ടിയതുൾപ്പെടെ സർക്കാരിന്റേത് ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളെന്ന് VD സതീശൻ. NCERT പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയതിൽ സ്വമേധ്യാ കേസെടുത്ത് സുപ്രീംകോടതി. ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി. വിവാദ പരാമർശങ്ങൾ ഉള്ളത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ. ഓർത്തഡോക്സ് NSS ആസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി രമേശ് ചെന്നിത്തല. കാത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. സഭയുടെ ആശങ്കകൾ പങ്കുവച്ചുവെന്ന് ചെന്നിത്തല. പെരുന്ന മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. NSSുമായി അകൽച്ചയില്ല എന്ന് ചെന്നിത്തല. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ CPM തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ വിയോജിപ്പ്. ഏതു നിമിഷവും തകരാവുന്ന നിലയിൽ ദിവസേന 100 കണക്കിന് രോഗികൾ കയറിയിറങ്ങുന്ന ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രി കെട്ടിടം. അപകട ഭീഷണി ഉയർത്തി മുക്കം കമ്മ്യൂണിറ്റി സെന്റർ. നഗരസഭാ സെക്രട്ടറി പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയിട്ടും നടപടിയില്ല. വലിയങ്ങാടി കെട്ടിട അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആണവ യുദ്ധമായി മാറിയേനെ എന്ന ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടേനെ എന്നും US കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിൽ ട്രംപ്. തീരുവകൾ കൊണ്ടുവന്നത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണെന്ന് വിശദീകരണം. US-മായി ആണവ ധാരണ കയ്യെത്തും ദൂരത്തെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ആലപ്പുഴ പള്ളിത്തോട്. മരണപ്പെട്ട അമ്മയെ ആരുമറിയാതെ മകൻ അടുക്കളയിൽ കുഴിച്ചിട്ടു. മരിച്ചത് പള്ളിത്തോട് സ്വദേശിനി രാധ. മകൻ ഗിരീഷ് കസ്റ്റഡിയിൽ. ദുരൂഹതയെന്ന് നാട്ടുകാർ. വൈറ്റില റെയിൽവേ ട്രാക്കിൽ യുവതിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിയുടെ കുറ്റസമ്മതം. കൃത്യം നടത്തിയത് കുടുംബജീവിതം തകരുമെന്ന ഭയം കൊണ്ടെന്ന് മൊഴി. മൃതദേഹത്തിന്റെ തലയ്ക്കും മുഖത്തും അടിയേറ്റ പാടുകൾ.